അലി റളിയല്ലാഹു അൻഹു അധികാരത്തിലേറിയപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്തത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ നേരെ വന്ന ആരോപണം എന്താണോ ആ ആരോപണം ക്ലിയർ ചെയ്യാന്നുള്ളതാണ്. അദ്ദേഹം ആദ്യം ചെയ്തത് ഉദ്യോഗസ്ഥന്മാരെ മുഴുവനും അതത് സ്ഥലങ്ങളിൽ നിന്ന് മാറ്റി പുതിയ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ച ഉദ്യോഗസ്ഥന്മാർ അലി റളിയല്ലാഹുവിനായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളുകളാണ്. കുടുംബമല്ല, അടുത്ത ആളുകളല്ല, ഒന്നുമല്ല. മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അദ്ദേഹം പുതിയ ഗവർണർമാരെയും ഉദ്യോഗസ്ഥന്മാരെയും നിയമിച്ചു. ആ കൂട്ടത്തിൽ ഷാമിലേക്ക് അലി റളിയല്ലാഹു അൻഹു നിയമിച്ച പുതിയ ഗവർണറെ പറഞ്ഞയച്ചു. ഇവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത്. ഷാമിലേക്ക് പുതിയ ഗവർണറെ പറഞ്ഞയച്ചപ്പോൾ ആ ഷാമിലെ അന്നുണ്ടായിരുന്ന ഗവർണർ മുആവിയയായിരുന്നു റളിയല്ലാഹു അൻഹു. മുആവിയ അദ്ദേഹം അലി റളിയല്ലാഹു അൻഹു അയച്ച ഗവർണറെ അംഗീകരിച്ചില്ല. ഈ ഗവർണർ ഷാമിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുന്നേ മുആവിയയുടെ സൈന്യം ഷാമിൻ്റെ പുറത്തേക്ക് വരികയും അവരെ തിരിച്ചു പറഞ്ഞയക്കുകയും ചെയ്തു. അതായത് മുഹാജിറുകളും അൻസാറുകളും ബൈഅത്ത് ചെയ്ത ഖലീഫയെ മുആവിയ പച്ചയായി ധിക്കരിക്കുകയുണ്ടായി. അദ്ദേഹം അനുസരിച്ചില്ല. ഈ അനുസരണക്കേട് തിരുത്തേണ്ട ബാധ്യത ഖലീഫക്കുണ്ടായിരുന്നു, അലി റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അദ്ദേഹം സൈന്യ സന്നാഹത്തോടെ ഷാമിലേക്ക് പുറപ്പെട്ടു. ആ പുറപ്പെട്ടതിനിടയിലാണ് ജമൽ യുദ്ധം ഉണ്ടാവുന്നത്. ആ സമയത്താണ് ആയിഷ റളിയല്ലാഹു അൻഹയും ത്വൽഹ റളിയല്ലാഹു അൻഹയും സുബൈർ റളിയല്ലാഹു അൻഹുവും അവരുടെ നേതൃത്വത്തിൽ ബസറയിലേക്ക് പോകുന്നത് അറിഞ്ഞതും അലി റളിയല്ലാഹു അൻഹു ഷാമിലേക്കുള്ള റൂട്ട് മാറ്റി ബസറയിലേക്ക് പോയതും അവിടെ വെച്ച് യാദൃച്ഛികമായി ചില സംഘടനകൾ ഉണ്ടായതും. അങ്ങനെ ജമൽ യുദ്ധം കഴിഞ്ഞപ്പോൾ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ബസറയിൽ നിന്ന് നേരെ ഷാമിലേക്ക് പുറപ്പെട്ടു. അദ്ദേഹം ഷാമിന്റെ പുറത്തുള്ള സിഫീൻ എന്ന് പറയുന്ന പ്രദേശം, ആ പ്രദേശത്ത് അലി റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിന്റെ സൈന്യവും തമ്പടിക്കുകയുണ്ടായി. ഇതേ സമയം ഷാമിൽ വേറെ ഒരു വലിയ കാര്യം നടന്നു. എന്താണെന്ന് വെച്ചാൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മരിക്കുന്ന സമയത്ത് ധരിച്ചിരുന്ന രക്തം പുരണ്ട വസ്ത്രം അദ്ദേഹത്തിന്റെ ഒരു കുടുംബക്കാരൻ ഷാമിലേക്ക് കൊണ്ടുപോയി. അതോടൊപ്പം ഉസ്മാൻ റളിയല്ലാഹു അൻഹു മരിക്കുമ്പോൾ തടയാൻ ചെന്ന നായിലയുടെ, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ വിരലുകൾ വെട്ടപ്പെട്ടിരുന്നു. ആ മുറിക്കപ്പെട്ട വിരലുകളും ആരെന്ത് ചെയ്തു? ഈ കുടുംബക്കാരൻ ഷാമിലേക്ക് കൊണ്ടുവന്നു. ഈ വിരലുകളും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ രക്തം പുരണ്ട ഈ വസ്ത്രവും മുആവിയ അവിടുത്തെ പള്ളിയിൽ പരസ്യമായ പ്രദർശനത്തിന് വെച്ചു. സ്വാഭാവികമായിട്ട് എന്താണ് സംഭവിക്കുക? കാണുന്ന ആളുകൾക്ക് വികാരം ഉണ്ടായി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് വല്ലാത്ത സിമ്പതി ഉണ്ടായി. ജനങ്ങൾ രോഷാകുലരായി. ഈ ഒരു അവസ്ഥയിൽ ജനങ്ങൾ ഇങ്ങനെ രോഷം പിടിച്ചു നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു ഷാം ഉണ്ടായിരുന്നത്. അതേസമയം അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു സിഫീനിൽ തമ്പടിക്കുകയും ചെയ്തു. ഈ സമയം ദുൽഹജ്ജ് മാസമാണ്. ദുൽഹജ്ജ് മാസം അഷ്ഹുറുൽ ഹുറുമിൽ പെട്ടതാണ്, യുദ്ധം പാടില്ലാത്ത മാസമാണ്. അതുകൊണ്ട് നീണ്ട ചർച്ചകൾ നടന്നു. കുറെ ആളുകൾ അങ്ങോട്ട് പോകും, കുറെ മധ്യസ്ഥന്മാർ ഇങ്ങോട്ട് വരും. അങ്ങനെ ഒരുപാട് ചർച്ചകൾക്കും ചർവിത ചർവണങ്ങൾക്കും ശേഷം ഒരു തരത്തിലും മുആവിയ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവിനെ അംഗീകരിക്കാൻ തയ്യാറായില്ല. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. മുആവിയ ഒരിക്കലും അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിനെ നിഷേധിച്ചിട്ടില്ല. അദ്ദേഹം എന്താണ് പറയുന്നത്? ഞാൻ ബൈഅത്ത് ചെയ്യും, ഉസ്മാന്റെ രക്തത്തിന് പകരം എന്ന് താങ്കൾ ചോദിക്കുന്നുവോ അന്ന് ഞാൻ ബൈഅത്ത് ചെയ്യും എന്നാണ് മുആവിയ പറയുന്നത്. അലി റളിയല്ലാഹു അൻഹു ഒരിക്കലും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ രക്തത്തിന് പകരം ചോദിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു പരിമിതിയുണ്ട്, ഞാൻ ആരെയാണ് കൊല്ലുക, ആർക്കാണ് വധശിക്ഷ നടത്തുക, ആർക്കെതിരെയാണ് വധശിക്ഷ നടപ്പാക്കുക എന്ന് രണ്ടുപേരുടെയും അടുത്ത് നമുക്ക് കുറ്റം പറയാനോ തെറ്റു പറയാനോ പറ്റില്ല. ആ ഒരു അവസ്ഥയിൽ സിഫീനിൽ അലി റളിയല്ലാഹു അൻഹു തമ്പടിക്കുകയും ഒരുപാട് ചർച്ചകൾക്ക് ശേഷം ഈ അഷ്ഹുറുൽ ഹുറുമിന് ശേഷം പരിശുദ്ധമാക്കപ്പെട്ട മാസത്തിന് ശേഷം ആ നിർഭാഗ്യകരമായ യുദ്ധം നടക്കുക തന്നെ ചെയ്തു. ഈ യുദ്ധത്തിന് 5ഓളം പ്രത്യേകതകൾ നമുക്ക് കാണാൻ കഴിയും. രണ്ട് ഭാഗത്തും മുസ്ലിങ്ങളാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന ഷഹാദത്ത് നെഞ്ചിലേറ്റിയ മുസ്ലിങ്ങളാണ് രണ്ട് ഭാഗത്തു നിന്നുകൊണ്ട് പരസ്പരം പോരാടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 5 പ്രത്യേകതകൾ ഈ യുദ്ധത്തിന് നമുക്ക് കാണാൻ കഴിയും. ഒന്നാമത്തെ പ്രത്യേകത എന്താണ്? രാത്രിയായി കഴിഞ്ഞാൽ, സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ 2 വിഭാഗം സൈന്യവും അടങ്ങും. രാത്രി ആയി കഴിഞ്ഞാൽ പിന്നെ യുദ്ധമില്ല. രണ്ടാമത്തെ പ്രത്യേകത, 2 വിഭാഗവും നമസ്കാരത്തിന്റെ സമയമായി കഴിഞ്ഞാൽ യുദ്ധം നിർത്തുകയും എല്ലാവരും ഒരുമിച്ച് ഒരു ഇമാമിന്റെ പിറകിലായി നമസ്കരിക്കുകയും ചെയ്യും. മൂന്നാമത്തെ പ്രത്യേകത, 2
വിഭാഗത്തു നിന്നും മരിച്ചു വീഴുന്ന ആളുകളുടെ ജനാസ നമസ്കാരത്തിന് വേണ്ടി അവരെല്ലാവരും ഒരുമിച്ച് കൂടും. എല്ലാവരും പരസ്പരം ജനാസ നമസ്കരിക്കും. നാലാമത്തെ പ്രത്യേകത, ഗനീമത്ത് സ്വത്തില്ല. യുദ്ധത്തിൽ ആര് ജയിക്കുന്നുവോ അവർക്ക് പരാജയപ്പെട്ടവരുടെ വാളോ പരിചയോ കുതിരയോ ഒട്ടകമോ ഒന്നും എടുക്കാൻ പാടുള്ളതല്ല. കാരണം രണ്ടു ഭാഗത്തും മുസ്ലിങ്ങളാണ്. അഞ്ചാമത്തെ പ്രത്യേകത, യുദ്ധത്തിൽ ഒരാൾ മുറിവേറ്റ് കിടക്കുകയാണെങ്കിൽ അയാളെ കൊല്ലാനോ അയാളെ ഉപദ്രവിക്കാനോ പാടില്ല. അയാളെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റണം. ഈ 5 നിബന്ധനകളോടുകൂടിയാണ് യുദ്ധം നടന്നത്. എന്നിട്ടും പ്രിയപ്പെട്ടവരെ 60,000 ആളുകളാണ് ഈ യുദ്ധത്തിൽ മരിച്ചത്. 60,000 ആളുകൾ. സുബ്ഹാനല്ലാഹ്. ബദർ യുദ്ധം തൊട്ട് ഈ സിഫീൻ യുദ്ധം നടക്കുന്നത് വരെയുള്ള അന്ന് വരെ നടന്ന സകല കൊലപാതകങ്ങൾ, സകല ഷഹാദത്തിന്റെയും മരണത്തിന്റെയും കണക്ക് ഒരുമിച്ചെടുത്താലും ഇത്ര എത്തൂല. 60,000 ആളുകളാണ് അന്ന് മരണപ്പെട്ടു പോയത്. ഇത് വല്ലാത്തൊരു അത്ഭുതം എന്താണെന്നറിയോ? മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ യുദ്ധത്തെ കുറിച്ച് വ്യക്തമായി പ്രവചനം നൽകിയിട്ടുണ്ട്. പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല ഏതുവരെ അഭിപ്രായ വ്യത്യാസമില്ലാത്ത എന്റെ ഉമ്മത്തിൽപ്പെട്ട 2 വിഭാഗം പരസ്പരം പോരടിക്കുന്നത് വരെ, പരസ്പരം യുദ്ധം ചെയ്യുന്നത് വരെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. ഇവിടെ നിങ്ങൾ നോക്ക്, ഇവിടെ എന്താണ് അഭിപ്രായ വ്യത്യാസം? അലി റളിയല്ലാഹു അൻഹുവിന് ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ ഘാതകരെ കൊല്ലണ്ട എന്ന അഭിപ്രായം ഉണ്ടോ? മുആവിയക്ക് അലി റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് അദ്ദേഹത്തെ അംഗീകരിക്കാത്ത പ്രശ്നമുണ്ടോ? ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹയിന്റെ അടിസ്ഥാനത്തിലുള്ള ആ പ്രവചനം യഥാർത്ഥത്തിൽ പുലർന്നതായി നമുക്ക് കാണാൻ കഴിയും. ആ കാലഘട്ടത്തിൽ 10,000-ഓളം സ്വഹാബികൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അതിൽ കേവലം 130 സ്വഹാബികൾ മാത്രമാണ് ഇതിൽ പങ്കെടുത്തത്. 30ഓളം പ്രമുഖരായ സ്വഹാബികൾ. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു മഹാനായ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു. അമ്മാറിനോട് പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, വൈഹഖ യാ അമ്മാർ, അമ്മാറെ നീ സൂക്ഷിക്കണം, തഖ്തുലുക ഫിഅത്തുൽ ബാഗിയ, അതിരുവിട്ട ഒരു വിഭാഗം നിന്നെ കൊലപ്പെടുത്തും എന്ന് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞിരുന്നു. ഈ അമ്മാർ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷത്താണ്. അദ്ദേഹത്തെ കൊന്നത് മുആവിയ പക്ഷക്കാരാണ്. അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മയ്യിത്ത് എടുത്തു പിടിച്ച്, മഷ്ഹൂറായ ഹദീസാണ്, എല്ലാ സഹാബികൾക്കും അറിയുന്ന ഹദീസാണ്. ഇദ്ദേഹം ഷഹീദായി മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മയ്യിത്ത് എടുത്തു പിടിച്ചുകൊണ്ട് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഇത് തന്നെ തെളിവാണ്, ഇസ്ലാമിക ഖിലാഫത്തിനെതിരെ നിങ്ങൾ നടത്തുന്നത് വിപ്ലവമാണ്, അതിരുകവിച്ചലാണ് എന്ന് പ്രവാചകൻ വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചിട്ടുണ്ട് എന്ന് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതേസമയം മുആവിയ അദ്ദേഹത്തിൻ്റെതായ വേറെ വ്യാഖ്യാനം നടത്തി. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളല്ല അമ്മാറിനെ കൊന്നത്, അമ്മാറിനെ യുദ്ധത്തിന് വേണ്ടി കൊണ്ടുവന്നത് ആരാണ്? നിങ്ങളാണ്. അപ്പോൾ നിങ്ങളാണ് യഥാർത്ഥത്തിൽ അമ്മാറിന്റെ കൊലപാതകികൾ എന്ന് മുആവിയ പറഞ്ഞെങ്കിലും മുസ്ലിം ലോകത്തെ അഹ്ലുസുന്നയുടെ ഒരു പണ്ഡിതന്മാരും അദ്ദേഹത്തിന്റെ ആ വിശദീകരണത്തെ അംഗീകരിച്ചിട്ടില്ല, ആ വിശദീകരണത്തെ ഏറ്റെടുത്തിട്ടില്ല. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു അവിടെ കൊല്ലപ്പെടുകയാണ്. യുദ്ധം മുറുകുന്നു. അവസാനം മുആവിയ പക്ഷത്തിന് ചെറിയ രീതിയിൽ തോൽവി സംഭവിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം അടുത്ത കുശാഗ്ര ബുദ്ധി ഉപയോഗിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ കുന്തത്തിന്റെ തലപ്പത്ത് കെട്ടിക്കൊണ്ട് ഉയർത്തിപ്പിടിച്ചു എന്നിട്ട് പറഞ്ഞു, നമുക്ക് യുദ്ധം അവസാനിപ്പിക്കാം, സുൽഹിന്റെ പാതയിലേക്ക്, ഖുർആനിന്റെ പാതയിലേക്ക് വരാമെന്ന് ഖുർആൻ മുസ്ഹഫ് കുന്തത്തിൽ കെട്ടിവെച്ചുകൊണ്ട് ഉയർത്തിപ്പിടിച്ചു. ഇത് കണ്ടപ്പോ അലി റളിയല്ലാഹു അൻഹു തന്റെ പക്ഷത്തോട് പറഞ്ഞു, ഖുർആനാണത്, മുസ്ഹഫാണത്, അതിനെ നമ്മൾ ബഹുമാനിക്കേണ്ടതുണ്ട്, അതുകൊണ്ട് നിങ്ങൾ യുദ്ധം നിർത്തുക. ചർച്ച നടത്താൻ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭാഗത്ത് നിന്ന് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവും മുആവിയ പക്ഷത്ത് നിന്ന് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു മുന്നോട്ട് വന്നു. അവർ രണ്ടുപേരും ചർച്ച ചെയ്തൊരു സമവായത്തിലെത്തി. എന്താണ് സമവായം? അലിയും വേണ്ട റളിയല്ലാഹു അൻഹു, മുആവിയവും വേണ്ട, രണ്ടാളും വേണ്ട, പുതുതായി ഒരു ഭരണാധികാരിയെ നമുക്ക് തെരഞ്ഞെടുക്കാം എന്ന സമവായത്തിലെത്തി. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു, അലിയുടെ പക്ഷക്കാരനായ സ്വഹാബി, എഴുന്നേറ്റ് നിന്നിട്ട് ഈ ഒരു തീരുമാനം പറഞ്ഞു, അലിയെയും മുആവിയയെയും സ്ഥാനത്തിൽ നിന്ന് മാറ്റുകയാണ്, പുതിയ ഒരാളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് എന്ന് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു തീരുമാനം പറഞ്ഞപ്പോ അത് ചരിത്രത്തിൽ ഏറ്റവും വലിയ ചതി അവിടെ നടക്കാൻ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇതാ അലിയുടെ പക്ഷക്കാരനായ മധ്യസ്ഥൻ അദ്ദേഹത്തെ ഖിലാഫത്തിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നു, ഞാനും അലിയെ ഖിലാഫത്തിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നു, ഞാൻ എന്നിട്ടിതാ എന്റെ പക്ഷക്കാരനായ മുആവിയെ ഖിലാഫത്തിലേക്ക് പ്രതിഷ്ഠിച്ചിരിക്കുന്നു, ഖിലാഫത്തിലേക്ക് ആക്കിയിരിക്കുന്നു എന്ന് അംർ ഇബ്നുൽ ആസ് അവിടെ പറയുകയുണ്ടായി. വലിയ ചതിയാണ്. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു യഥാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. വലിയ ചതിയാണ് അവിടെ നടന്നത്. ഇവിടെ ഈ ഒരു സംഭവത്തോടു കൂടി മുആവിയയെ മുസ്ലിം ലോകം ഒരിക്കലും ഖലീഫയായി അംഗീകരിച്ചിട്ടില്ല. പക്ഷെ വേറൊരു വലിയ സംഭവം നടന്നു. എന്താണത്? ഈ ഒരു സംഭവം നടന്നപ്പോ
ഒരു വിഭാഗം ആളുകൾ ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, അള്ളാഹുവിന് മാത്രമാണ് വിധി കൽപ്പിക്കാനുള്ള അധികാരം. നിങ്ങൾ എങ്ങനെയാണ് വിധികർത്താക്കളാവുക? മനുഷ്യന്മാരെങ്ങനെയാണ് വിധികർത്താക്കളാക്കുക? അതുകൊണ്ട് അള്ളാഹുവിന് മാത്രമാണ് വിധി കൽപ്പിക്കാനുള്ള അധികാരം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ഇങ്ങോട്ട് ഇറങ്ങിപ്പോയി. ആ വിഭാഗത്തിന് പറയുന്ന പേരാണ് ഖവാരിജുകൾ, നരകത്തിലെ പട്ടികൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഏറ്റവും മോശക്കാരായ ആളുകൾ എന്ന് പ്രവാചകൻ പറഞ്ഞ ഖവാരിജുകളായ ആളുകൾ അവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അവരെ കൊണ്ട് പിന്നീട് ഒരുപാട് ഫിത്നകളും ഫസാദുകളും ഉണ്ടായി. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് നാളെ പറയാം. ഈ ഖവാരിജുകൾ തന്നെയാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കൊല്ലുന്നതും. ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നാഥൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രീതിയിൽ ഉറപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.